ഹലോ ഫ്രണ്ട്സ്. അപ്പം നമുക്ക് രാവിലെ കഴിക്കാനുള്ളത് കലക്കിപ്പറന്നപ്പം കേട്ടോ. നമ്മുടെ കലക്കിപ്പറന്നപ്പം അല്ലെങ്കിൽ നിർദോശ എന്നൊക്കെ പറയില്ലേ, പച്ചരി അരച്ചിട്ട്. അപ്പം തലേ ദിവസം പച്ചരി കുതിർത്താട്ടിട്ട് പിറ്റേ ദിവസം പച്ചരി അരച്ചിട്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഇതുവരെ. അപ്പം നമ്മൾ ഇന്ന് വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ പത്തിരിപ്പൊടി നൂൽപുട്ടിൻ്റെ ഒക്കെ പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി. അപ്പം അത് കലക്കിയിട്ടാണ് അപ്പം ഉണ്ടാക്കണത്. ഒരു വട്ടം ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അമ്മ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതി. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിന് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുട്ട റോസ്റ്റ് അല്ല, എന്നാൽ മുട്ട റോസ്റ്റ് നമ്മൾ ഉള്ളി വഴറ്റാറുണ്ടല്ലോ, അപ്പോൾ അതേപോലെ ആക്കിയെടുക്കാന്നാട്ട കരുതിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ രണ്ട് കോംബോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴേക്കും കിങ്ങിണി എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കിങ്ങിണി ഇപ്പോൾ കുറേ ദിവസമായി പറഞ്ഞാൽ ഒരു മാസമെങ്കിലായിട്ടുണ്ടായിരിക്കും സ്കൂളിലേക്ക് പോയിട്ട്. ആദ്യം ഓണം കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ വട്ടം പോയി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് കഴിഞ്ഞിട്ട് അവൾക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജലദോഷം കഫക്കെട്ട് അങ്ങനെ വന്നു. അത് കഴിഞ്ഞപ്പോഴേക്ക് കയ്യും കേട് വന്നു. പിന്നെ കുശാലായല്ലോ, പിന്നെ ആൾക്ക് പോകാൻ തന്നെ പറ്റിയിട്ടില്ല. പിന്നെ വലത് കൈ ആയതുകൊണ്ട് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ കരുതി, വേദനയൊക്കെ ഉണ്ടാവില്ലേ കരുതിയിട്ട് പിന്നെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ടീച്ചർ കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായി ഇപ്പോൾ ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കൈ വെച്ചിട്ട് ചെയ്യാത്ത അഭ്യാസങ്ങളില്ല അപ്പം. അപ്പം അങ്ങനെ അന്ന് സ്കൂളിലേക്ക് വിടാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ കളർ ഡ്രസ്സാട്ടോ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു പൊലിവൊക്കെ ഉണ്ടായിരുന്നു. കാരണം എല്ലാ കുട്ടികളും യൂണിഫോം ഇട്ടിട്ടല്ലേ വരും, അമ്മയുടെ കുട്ടി മാത്രമല്ലേ കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോവുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ സോപ്പിട്ട് നിർത്തിയിരുന്നു കേട്ടോ. കുറേ ദിവസമായതുകൊണ്ട് കിങ്ങിണിക്ക് ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ തലേ ദിവസം മുതലേ പറഞ്ഞുകൊണ്ട് നടക്കാൻ തുടങ്ങിയതായിരുന്നു നാളെ ക്ലാസ് ഉള്ള കാര്യം. അപ്പോൾ ആളൊന്നും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ വിഷ്ണേണ്ണ കൊണ്ടാക്കണത്. അപ്പം അതിൻ്റെ ഒരു പൊലിവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ മനസ്സൊന്നും ഇല്ലാണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത്ര കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.